ഇവിടെ ഇരിക്കുന്നത് പണത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പണത്തിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി ലൈഫിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഫ്രീ സെഷൻ ഒരുക്കിയിട്ടുള്ളത്. സോ അപ്പോൾ കഴിയുമെങ്കിൽ മുഴുവനും കേൾക്കാനായിട്ട് ഇരിക്കുക. 1 മണിക്കൂർ സെഷൻ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടും വീണ്ടും കാണാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഇത് ഓൺ റെക്കോർഡാണ്. സോ ഇത് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കേണ്ട രീതിയിൽ ഞാൻ പ്ലാറ്റ്ഫോമിൽ ഒരുക്കി തരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഫസ്റ്റ് സെഷൻ കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, വീണ്ടും റിപ്പീറ്റഡ് കേൾക്കുമ്പോൾ വീണ്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യും, കുറേ കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റ് ഭാഗം നമ്മൾ നോക്കേണ്ടത് പണത്തിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ധാരണകളുണ്ട്. പണം എന്ന് പറയുമ്പം ഇങ്ങനെയാണ്, പണത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, പണത്തെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ്, ഇങ്ങനെ പലതരത്തിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അച്ഛനമ്മ, അച്ഛൻ്റെ അച്ഛൻ, അവരുടെ അമ്മ, അതായത് നമ്മുടെ അപ്പൂപ്പൻ അമ്മുമ്മ, അല്ലെങ്കിൽ നമ്മുടെ മാമി മാമൻ, അല്ലെങ്കിൽ നമ്മുടെ മറ്റു ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, ടീച്ചേഴ്സ്, പിന്നെ നമ്മൾ മീഡിയയിൽ കാണുന്ന പല ആൾക്കാർ, ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുടെ ബിഹേവിയർ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ കൂട്ടിയും കുറച്ചാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നോ എത്രത്തോളം തെറ്റുണ്ടെന്നോ നമുക്കറിയില്ല. ചിലത് നമ്മൾ എക്സ്പീരിയൻസ് ആയി ഇത് വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും നമുക്ക് മനസ്സിലായി, പിന്നീട് നമ്മൾ ആ വഴി പോവാറില്ല. പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത്, പുതിയ വേ മനസ്സിലാക്കി അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി അത് അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് അവിടെ നമ്മൾ സക്സസ് കണ്ടെത്താറുമുണ്ട്. പണത്തിനെ കുറിച്ച് ഫസ്റ്റ് പറയുകയാണെങ്കിൽ പണത്തിനോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുക എന്നതാണ് ആദ്യം വേണ്ടത്. മനോഭാവം മാറ്റുക എന്ന് വെച്ചാൽ ഒരുപാട് പോയിന്റുകൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, നമുക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു തോട്ടാണ്, ഒരു ചിന്തയാണ് പണം ഉണ്ടാക്കാൻ വളരെ പ്രയാസം എന്നത്. അതാദ്യം നിങ്ങളെടുത്ത് മാറ്റണം. എന്താണ്? പണം ഉണ്ടാക്കാൻ വളരെ പ്രയാസം എന്ന ഒരു തോട്ട്, ഒരു ചിന്ത, ഒരു സംസാരിക്കുന്ന രീതി, അതൊക്കെ മാറണം ആദ്യം. പണം ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. സോ ഞാൻ ഇവിടെ പറയുന്നത് ഇന്നലെ ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സിനിമയുടെ റിവ്യൂ അല്ല. ഓക്കെ, കേട്ടിട്ട് അപ്പുറത്ത് ചെവിയുടെ കളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു. കാര്യം 100 തിരക്കാണ് നമുക്കുള്ളത്. അപ്പോൾ ഏതെങ്കിലും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ എഴുതിയെടുക്കുക, പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാം. ശരിയാണോ, ഞാൻ ഈ വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്, എങ്കിൽ ആ വഴിയിലൂടെ യാത്ര ചെയ്താൽ എനിക്ക് സക്സസ് നേടാൻ പറ്റത്തില്ല എന്ന് ബോധ്യം വരുത്തുക ഫസ്റ്റ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് പോയിന്റ് നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് പറയണമെങ്കിൽ എന്തിനെക്കുറിച്ച് ആദ്യം വേണ്ടത്, പണം ഉണ്ടാക്കാൻ വളരെ പ്രയാസം എന്ന തോട്ട് മാറ്റുക, ആ പറയുന്ന കാര്യം മാറ്റുക. അപ്പൊ പണം ഉണ്ടാക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്ന അഫർമേഷൻ മാറ്റിയിട്ട് പണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പണം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതാണ് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് അഫർമേഷനിലൂടെ പറയണമെങ്കിൽ. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പറഞ്ഞില്ലെങ്കിൽ ചിന്തകളുള്ള കാര്യമാണ്. ഞാൻ ഉണ്ടാക്കിയ പണം തീർന്നു പോകുമോ? ഞാൻ ഉണ്ടാക്കിയ പണം തീർന്നു പോവുമോ? ഇതാണ് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള നമ്മൾ സംഭവം. ഞാൻ ഉണ്ടാക്കിയ പണം തീർന്നു പോവുമോ? സോ ഇതും ഒരു അഫർമേഷൻ ആണ്. ഞാൻ ഉണ്ടാക്കിയ പണം തീർന്നു പോവുമോ? ഞാൻ ഉണ്ടാക്കിയ പണം തീർന്നു പോവുമോ? ഞാൻ ഉണ്ടാക്കിയ പണം തീർന്നു പോവുമോ? നിങ്ങൾ ഒരു ദിവസം പലതവണ മനസ്സിലേക്ക് പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ അഫർമേഷൻ ആണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പണം തീർന്നു പോവോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് തീർന്നു പോകും തരത്തിലുള്ളതായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രപഞ്ചം അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. പറയട്ടെ എന്തൊക്കെയാണെന്ന്. ഹോസ്പിറ്റൽ കേസസ്, ആക്സിഡൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, പലതരത്തിലുള്ള ബില്ലുകൾ, കറണ്ട് ബിൽ ഇൻക്രീസ് ചെയ്യും, വാട്ടർ ബിൽ ഇൻക്രീസ് ചെയ്യും, കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങളാവും. സോ പല വഴികളിലൂടെ എങ്ങനെയാണോ നിങ്ങൾ അഫർമേഷൻ പറയുന്നത്, എന്താ, പല വഴികളിലൂടെ പണം എന്നിലേക്ക് വരുന്നു, ഒപ്പം ഇതെങ്ങനെ തീർന്നു പോകുമെന്ന് നിങ്ങൾ അഫർമേഷൻ പറയുന്ന പോലെ പല വഴികളിലൂടെ പണം നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നത് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യില്ല. എന്താണ്, എന്റെ സമയം മോശം കൊണ്ടായിരിക്കും പൈസ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഫാക്ടറാണ്, അവിടെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങൾ ബോധപൂർവം പറയുന്ന ഒരു കാര്യമാണ്, പണം എന്റെ കയ്യിൽ നിന്ന് തീർന്നു പോവോ? വലിയ സംഭവം അത്.
മൂന്നാമത്തെ പോയിന്റിലേക്ക് പറയാം. മൂന്നാമത്തെ പോയിന്റ് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ സങ്കടപ്പെടുന്നത്, ദുഃഖിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർത്താണ് നമ്മൾ ദുഃഖിക്കുന്നത്. നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർത്താണ് നമ്മൾ സങ്കടങ്ങൾ പറയുന്നത്. നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർത്താണ് നമ്മൾ പരാതികൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഉള്ളതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ നന്ദി പറയാറില്ല. അപ്പൊ പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സ് തുറന്ന് നോക്കുമ്പോൾ 500 രൂപയുടെ ഒരു നോട്ടേ ഉള്ളൂ, 100 രൂപയുടെ ഒരു നോട്ടേ ഉള്ളൂ, 50 രൂപയുടെ ഒരു നോട്ടേ ഉള്ളൂ. ഉള്ള പണത്തിന് നന്ദി പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പണം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. പക്ഷേ എന്ത് പറയാനാണ്, എനിക്ക് അതിനേക്കാളും കൂടുതൽ പണമാണ് ആവശ്യം. പിന്നെ എങ്ങനെ ഞാൻ 50 രൂപയിൽ സാറ്റിസ്ഫൈഡ് നന്ദി പറയും? അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഉള്ള പണത്തിന് നിനക്ക് നന്ദി പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത പണം നിനക്ക് എങ്ങനെ നിങ്ങളുടെ കയ്യിൽ എത്തത്തില്ല. തമ്പുരാൻ നോക്കുമ്പോ, പ്രപഞ്ചം നോക്കുമ്പോ, എടാ ഇവന്റെ കയ്യിൽ ഉള്ള പണത്തിന് ഇവൻ ഗ്രേറ്റ്ഫുൾ അല്ല, അപ്പൊ ഇവന് ധാരാളമായി കൊടുത്തു കഴിഞ്ഞാലോ ഇവ ഒട്ടും തന്നെ ഗ്രേറ്റ്ഫുൾ ആവില്ല. സോ ഈസ് നോട്ട് ഡിസേർവ്ഡ്. അവൻ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. ഉള്ള പണത്തിന് നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റുമെങ്കിൽ പണം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ വരും. ഇത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ ഒരു പോയിന്റ്, നിങ്ങൾ പണം അലക്ഷ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. പേഴ്സിൽ പണം സൂക്ഷിക്കുന്ന രീതി, പേഴ്സിൽ നിന്നും പണം എടുത്ത് പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്ന രീതി. നിക്ഷേപം എന്ന് വെച്ചാൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നില്ല, മേശപ്പുറത്തോ മറ്റു പല സ്ഥലങ്ങളിലോ അനാവശ്യമായിട്ട് എവിടെയെങ്കിലൊക്കെ വാരി വലിച്ചങ്ങിടും. പോക്കറ്റിനെ നോക്കിയപ്പോൾ 2 രൂപ 2 രൂപ എടുത്താ എവിടെയാണോ അവിടെ കിട്ടും. ഇവിടെ ഒരു ഡിഫറൻറ്റ് നോക്കുകയാണെങ്കിൽ 2 രൂപ ആയിക്കോട്ടെ 2 ലക്ഷം ആയിക്കോട്ടെ, അവിടെയാണ് മനുഷ്യന്റെ ഒരു മൈൻഡിന്റെ തോട്ട് വ്യത്യാസം വരുന്നത്. 2 ലക്ഷം രൂപയാണ് നിങ്ങളെ പോക്കറ്റിനകത്തിരിക്കണമെങ്കിൽ നിങ്ങൾ അത് എടുത്ത് സൂക്ഷിച്ച് അലമാരക്കകത്ത് കൊണ്ടുവയ്ക്കും. ഇനി 2 രൂപയാണെങ്കിൽ എടുത്താ 2 രൂപ കൊണ്ട് പോടെ അവിടെ എവിടെയെങ്കിലും വലിച്ചം കയറിയും. അപ്പൊ 2 രൂപ എന്നതോ 2 ലക്ഷം എന്നതോ ഇവിടെ വ്യത്യാസമില്ല. മനുഷ്യന്റെ ബോധതലങ്ങളിലാണ് എന്ത് വ്യത്യാസം? മൂല്യം, പൈസ ഇത്രയുണ്ട്, 2 ലക്ഷം ഇത്രയുണ്ട്, 2 രൂപ ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷെ എനർജി ലെവലിൽ നോക്കുകയാണെങ്കിൽ 2 രൂപയും 2 ലക്ഷവും സെയിം ആണ്. നമുക്കൊരു പ്രശ്നമൊന്നും വരത്തില്ല. നമ്മളത് യൂസ് ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത്. ചില അമ്മമാരുടെയും അല്ലെങ്കിൽ ചില പുരുഷന്മാരുടെ പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 10 രൂപയുടെയും 20 രൂപയുടെ ഒക്കെ ആത്മാവ് പോലും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. അതിൻ്റെ അർത്ഥം എന്താ? ചുരുട്ടി കൂട്ടി അങ്ങ് എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇത് എപ്പോഴും എടുക്കുന്നേ? പൈസയുടെ ആവശ്യം വന്നു അങ്ങ് അറ്റുമായി. 10 രൂപയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ദൈവമേ. കാര്യം 10 രൂപയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 30 രൂപ കയ്യിലുള്ളൂ, 40 രൂപയാണ് ടിക്കറ്റ് എടുക്കാൻ. 30 രൂപയേ ഉള്ളൂ കാണുന്നുള്ളൂ. പേഴ്സ് മൊത്തം തപ്പി പിടിച്ച് തപ്പി എടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിനിടയിൽ ഈ ഒരു 10 രൂപ ചുരുണ്ടി കൂടി കിടപ്പുണ്ടാവും. ദൈവമേ, ഈ 10 രൂപ കിട്ടിയോണ്ട് എനിക്ക് കറക്റ്റായിട്ട് സ്റ്റോപ്പിന്റെ അവിടെ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പൊ പറയും, സാറേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ അങ്ങനെ സൂക്ഷിച്ചത്. ഈ എമർജൻസി കേസിന് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചുരുട്ടിക്കുട്ടി വെച്ചിരുന്നത്. മടക്കാതെ വെച്ചിരുന്ന ഞാൻ അത് ഉപയോഗിക്കും. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ പണത്തെ അലക്ഷ്യമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ, എക്സാമ്പിൾ പറയാം. നിങ്ങളെ ഒരാള് വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ട്രീറ്റ് മീൻസ് നിങ്ങളോടൊപ്പം ഇടപെടുന്നത് മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മോശമായിട്ട്, നിങ്ങൾ അവരോടൊപ്പം നിൽക്കുമോ? ഇല്ല, നിൽക്കത്തില്ല. നിങ്ങൾ പോവും. നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിക്കുമോ? ഇല്ല. അവിടെ വൃത്തിയില്ല, അവിടെ സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക് വൃത്തിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഫുഡ് കഴിക്കുമോ? കഴിക്കത്തില്ല. നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള പ്ലേസ് നോക്കും. സെയിം തിങ്, പണവും സെയിം മാതിരി ഇതാണ്. എങ്ങനെയാ? നിങ്ങൾ പണത്തിനോട് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, പണം അതുപോലെ നിങ്ങളെ ട്രീറ്റ് ചെയ്യും. പണത്തിന് കൂടുതൽ എപ്പോഴും പണത്തിന് ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്നത്, ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണ് പണത്തിന് ഇഷ്ടം. അപ്പോൾ പണം ഓട്ടോമാറ്റിക്കായിട്ട് അവരിലേക്ക് അങ്ങ് പോകും. ദാറ്റ്സ് വൈ പണം ഉള്ള ആൾക്കാരിലേക്ക് ധാരാളം പണം കൂടുതൽ കുഞ്ഞുകൂടുന്നു. പണം ഇല്ലാത്ത ആൾക്കാരിലേക്ക് വീണ്ടും വീണ്ടും ദാരിദ്ര്യം എന്ന അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇതൊക്കെ നമ്മൾ നിത്യേന ചെയ്തു വരുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി. ഒരുപാട് മാറ്റം ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. അതുപോലെ തന്നെ നമ്മൾ പണത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ബാർഗെയിൻ ചെയ്യുന്ന ഒരു കാര്യം. ബാർഗെയിൻ മീൻസ് എന്താ? വില പേശുന്ന ഒരവസ്ഥ. വില പേശരുത് എന്നല്ല പറയുന്നത്. എവിടെയാണ്? നിങ്ങളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, റോഡ് സൈഡിൽ നോക്കിയപ്പോൾ അതിമനോഹരമായിട്ടുള്ള കുറെ വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികൾ കണ്ടു. അപ്പോൾ വണ്ടി നിങ്ങൾ നിർത്തി പുറത്തേക്ക് ഇറങ്ങി പച്ചക്കറി വില ചോദിച്ചു.
50 രൂപ ഓരോ കിറ്റ്. 50 രൂപയോ? ഈ സാധനത്തിന് 50 രൂപയോ? 40 രൂപയാണെങ്കിൽ തരാം. 10 രൂപ നിങ്ങളവിടെ സേവ് ചെയ്തു. അപ്പം ഹസ്ബൻഡോട് പറയുന്നു, ചേട്ടാ 50 രൂപ പറഞ്ഞു, 40 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. ഞാൻ ആരാ മോള്? അവ എൻ്റെ കൂടെയാണ് കളിച്ചത്. കഷ്ടപ്പെട്ട ആ കർഷകൻ ഉള്ള വെയിലും മഴയും എല്ലാം കൊണ്ട് കീടങ്ങള് വരാതെ നോക്കി എല്ലാം സെറ്റാക്കി വെച്ച ആ കർഷകൻ അധ്വാനിച്ചതിന് അവന് 10 രൂപ ലാഭം കിട്ടാം. 10 രൂപയാണ് അവന്റെ ലാഭം. നോക്കുമ്പോ ആ ലാഭം പോലും വെട്ടിക്കുറച്ച് നിങ്ങൾ എന്ത് ചെയ്തു? വളരെ സന്തോഷത്തെ കൊണ്ടുപോയി. സോ ബാർഗെയിൻ ചെയ്യേണ്ട ഒരു സ്ഥലം. രണ്ടാമത്തെ സ്ഥലം, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് MRP എത്രയാണ് അടിച്ചിരിക്കുന്നത് അത് വാങ്ങും. അത് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ടിപ്പും കൊടുത്തിട്ട് പോരും. വാവ്, എത്ര മനോഹരം. അപ്പൊ കഷ്ടപ്പെട്ട ആ അധ്വാനിച്ച ആൾക്ക് നമ്മൾ ബാർഗെയിൻ ചെയ്ത് അവിടെ നിന്ന് പ്രോഫിറ്റ് വാങ്ങിച്ചിട്ട് പോകുന്നു. പക്ഷെ അതിന്റെ എത്ര പറയുന്ന ഒരു 100% എടുത്തു നോക്കിയാൽ അതിന്റെ 10% മാത്രമേ അതിലെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് പൈസ ചെലവ് വരുന്നുള്ളൂ. ബാക്കി 90% അവരുടെ പ്രോഫിറ്റ് ആണ് ഈ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർ. എന്നിട്ട് അവരെ അവിടെ നിന്ന് ടിപ്പും കൊടുത്ത് MRPയിൽ സാധനം വാങ്ങിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടെ പോകുന്നു. ഞാൻ ബ്രാൻഡ് MRPയിലുള്ള സാധനം ഞാൻ വാങ്ങിച്ചു. സോ അപ്പൊ ബ്രാൻഡ് എവിടെ കിടക്കുന്നു? ആ കറക്റ്റ് അധ്വാനിച്ച ആ ഒരു വ്യക്തി എവിടെ കിടക്കുന്നു? സോ എവിടെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടത്? എവിടെയാണ് പ്രോപ്പറായിട്ട് ബാർഗെയിൻ ചെയ്യേണ്ടത്? എവിടെയെന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിന്റെ മൂല്യം 400 രൂപയാണ്, ആ വ്യക്തി 600 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. സോ അവിടെ ബാർഗെയിൻ ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാം നേരെ തിരിച്ചാണ്. അർഹതപ്പെട്ട ആൾക്കാർക്ക് പൈസ എത്തിക്കാനും പറ്റുന്നില്ല, എന്നാൽ കൊള്ള ലാഭം വാങ്ങുന്ന ആൾക്കാരിലേക്ക് നമ്മൾ പൈസ ധാരാളമായി എത്തിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് പണം എടുക്കാൻ പറ്റും? ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ സെഷൻ ഓൺ ഗോയിങ് ആണ്. എന്തിൻ്റെയാ? ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുന്നുണ്ട്, മണി അഫർമേഷൻസ് പറയുന്നുണ്ട്, വാട്ടർ ടെക്നിക്ക്, പിന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. മണി അഫർമേഷൻ ഏറ്റവും അവസാനം വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല സൂപ്പർ വൈബില് നമ്മളെല്ലാം പറഞ്ഞ് ആ ഒരു ഇതിൽ പീക്കിൽ നിന്നിട്ട് രാവിലെ നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ അമ്മ മണി മാഗ്നറ്റ്, അമ്മ റിച്ച്, ആം ഗ്രേറ്റ്, ആം എക്സലന്റ്, പണം പല വഴികളിലൂടെ എന്നിലേക്ക് വരുന്നു, പണം ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നു, ഞാൻ രാജാവാണ്, ഈ തരത്തിലുള്ള അഫർമേഷൻസ് ഒക്കെ പറയുന്നു. നേരെ നമ്മൾ സാധനം പോയി വാങ്ങുന്നത് ഏറ്റവും വില കുറഞ്ഞ വസ്തുവിലേക്ക് നമ്മളെ കൈ പോകുന്നുണ്ട്. ഏറ്റവും വില കുറഞ്ഞ വസ്തുവിലേക്ക് നമ്മുടെ നോട്ടം പോകുന്നുണ്ട്. അപ്പൊ എവിടെ ഞാൻ റിച്ച് ആണ്, ഞാൻ എക്സലന്റ് ആണ്, ഞാൻ മണി മാഗ്നറ്റ് ആണ്, ഞാൻ പല തരത്തിലുള്ള പണം അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എവിടെയാണ് പ്രസക്തി ഇരിക്കുന്നത്? അപ്പൊ നിങ്ങൾ എവിടെയാണ് അഫർമേഷൻ പറയുന്നു, എങ്ങനെ അഫർമേഷൻ പറയുന്നു, അഫർമേഷൻ പറയുന്ന ഒരു സൈഡ്, യൂസ് ചെയ്യുന്ന മറ്റൊരു സൈഡ്. അപ്പൊ പ്രോപ്പറായിട്ട് നടക്കോ? ഇല്ല, നടക്കില്ല. എന്താ? അലൈൻമെന്റ് റോങ്. തോട്ട് അലൈൻമെന്റ് വേറെ, ഫിസിക്കൽ അലൈൻമെന്റ് വേറെ. ചിന്ത ഞാൻ റിച്ച് ആണ്, ഞാൻ ഗ്രേറ്റ് ആണ്, ഞാൻ എക്സലന്റ് ആണ്. പക്ഷെ എന്റെ ആക്ഷൻസ് എല്ലാം പോകുന്നത് ഏതാണ് വില കുറവ്, ഏതാണ് പൈസ കുറച്ച് നമുക്ക് കിട്ടും, എവിടെ നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കാം, ആ തരത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു സംശയം വരും എല്ലാവർക്കും, ഈ ഉള്ള പൈസക്കല്ലേ നമുക്ക്, എൻ്റെ കയ്യിൽ ഇപ്പൊ 50 രൂപയേ ഉള്ളൂ, 60 രൂപ 70 രൂപയ്ക്കുള്ള സാധനം വാങ്ങണം, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ഇത്രയും ഒരുപാട് സാധനങ്ങൾ വാങ്ങണം, ഞാൻ എങ്ങനെ അത് മാനേജ് ചെയ്യും? അതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, നമ്മൾ എത്ര പണമാണോ ഉള്ളത് അത്രയും പണത്തില് നമ്മളെ ഗ്രേറ്റ്ഫുൾ ആയി, അത്രയും പണത്തില് മനസ്സ് നിറച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയാൽ ഓക്കെ. അല്ല പിശിക്കാണ് വാങ്ങണമെങ്കിൽ ശ്രദ്ധിച്ചേക്കുക, പിശിക്കാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലെ തോട്ട് എന്താണ്? ഞാനൊരു പിശുക്കനാണ്, എനിക്ക് പണം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാധനം വാങ്ങുന്നത്, പണം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പണം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത്. സോ എങ്ങനെ നമുക്ക് മണി മേക്ക് ചെയ്യാൻ പറ്റും? അറ്റ്ലീസ്റ്റ് ശ്രദ്ധിച്ചേക്കാം. അറ്റ്ലീസ്റ്റ് ഇത് ഞാൻ ലൈവ് പോകുന്നതാണ് യൂട്യൂബിൽ, ശ്രദ്ധിച്ചേക്കാം. ഇത് നിങ്ങൾക്ക് മോശമായിട്ട് തന്നെ ചിത്രീകരിക്കാം, അല്ലെങ്കിൽ ബോധതലങ്ങൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം. ലൈഫ് മാറ്റാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന അണ്ടർഗ്രാംസ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോക്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല ഷർട്ട്, ടീഷർട്ട്, പാന്റ്, ട്രൗസേഴ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതൊക്കെ ഉള്ളിലിടുന്നതാണ്. ഇത് നമ്മൾ ആരും കാണുന്നില്ല.
ഇത് ധരിക്കുന്ന ആൾ ആ വീട്ടുകാർ മാത്രമേ കാണുന്നുള്ളൂ. ഐം റിച്ച്, ഐം എക്സലന്റ്, ഐം ഗ്രേറ്റ്, ഐം മണി മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നു. കീറിയതും 6 മാസമായതും 1 വർഷമായതും 2 വർഷമായതും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് നടക്കണമെങ്കിൽ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേസ് മണി മാഗ്നറ്റ്, വേസ് രാജ, ഞാൻ റിച്ച് ആണ്, ഞാൻ എക്സലന്റ് ആണ്, ഞാൻ മണി മാഗ്നറ്റ് ആണ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുറത്ത് ഷൂ ഇടുന്നു, ഷൂ നല്ല ഗ്ലേസിംഗ് ആണ്, സൂപ്പർ ഷൂ. ഷൂ ഊരുമ്പോഴോ നമ്മുടെ തള്ളവിരലുണ്ടല്ലോ, വെളിയിറങ്ങി നിങ്ങൾ നോക്കും, ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? സോക്സ് കീറിയിരിക്കുക, ഹലോ. ഷൂരത്തില്ല, ഷൂര്യ കാണുമല്ലോ, ഷൂവിന്റെ അകത്തായോണ്ട് സീനില്ല. ഇതെങ്ങനെയാണ് മണി മാഗ്നറ്റ്, മണി ആം റീച്ച്, ലൈക്ക് റിച്ച്, ആം ഗ്രേറ്റ്, ആം എക്സലന്റ് എന്നൊക്കെ പറയുന്നത്? ആ ഒരു ലുങ്കി വാങ്ങിച്ചു, ലുങ്കി വാങ്ങിച്ച് 6 മാസത്തോളം ഉപയോഗിച്ചു. ആ ലുങ്കിയുടെ വില 100 രൂപയുള്ളൂ. 6 മാസം ഉപയോഗിച്ചു. അമ്മ, താങ്ക് യു സോ മച്ച് ഗോഡ്, 6 മാസം വരെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അല്പം കീറി. നിങ്ങൾ ലിങ്ക് കീറിയ ലിങ്ക് കൊണ്ടുവരെ നേരെ മെഷീനിൽ കയറ്റുന്നു, തച്ചെടുക്കും, എന്താ അടുത്ത 6 മാസം കൂടെ ഉപയോഗിച്ചോ. സി, എന്താണ് മണി മാഗ്നറ്റ്, എന്താണ് റിച്ച്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്? വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേര്, പാത്രങ്ങൾ, ഗ്ലാസസ്. പാത്രങ്ങൾക്ക് എന്ന് വെച്ചാൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പ്, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച പാത്രങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിമനോഹരമായിട്ടുള്ള പാത്രങ്ങളൊക്കെ എവിടെ ഉണ്ടാവും? നിങ്ങളുടെ കണ്ണാടി കൂട്ടിനകത്ത് വെച്ചിട്ടുണ്ടാവും. ആർക്ക് വേണ്ടിയിട്ടാ ഞാൻ ചോദിക്കുന്നു. ഞാൻ ഒരാളെ വീട്ടിൽ പോയി, സാർ ഈ ചേട്ടാ ഈ പാത്രങ്ങളൊക്കെ ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? നിങ്ങളെപ്പോലുള്ള ഗസ്റ്റ് വരുമ്പം വിളമ്പാൻ വേണ്ടിയിട്ടാ. നിങ്ങളെപ്പോലുള്ള ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം മോശമല്ല, മീൻസ് അവർക്ക് കൊടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് നല്ല നല്ല പാത്രം മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ വീട്ടിലെ ഗസ്റ്റ് ആരാണ്? നിങ്ങളാണോ അതോ പുറത്തുനിന്ന്? ഓഫ് കോഴ്സ് പുറത്തുനിന്ന് ആൾക്കാർ. ഹലോ ചേട്ടാ, ആദ്യം നിങ്ങളെ നന്നായി ട്രീറ്റ് ചെയ്യും. നിങ്ങളാണ് ആദ്യം നന്നായിട്ടുള്ള ഭക്ഷണം നല്ല പ്ലേറ്റ് കഴിക്കേണ്ടത്. നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റ് എങ്ങനെയാ? ചപ്പിയത്, ഞളിങ്ങിയതും, വക്ക് പൊട്ടിയതും, ഗ്ലാസ്സിൽ കറ പിടിച്ചതും. പിന്നെ എങ്ങനെ നമുക്ക് റിച്ച് ആവാന്നാ പറയുന്നത്? ഇതൊക്കെ ബേസിക് ആണ്. നമ്മൾ എത്ര വലിയ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താലും, എത്ര മണി മാഗ്നറ്റ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താലും, ബേസിക് ലെവലിൽ നമ്മൾ ചേഞ്ചസ് വരുത്താതെ നമ്മൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ ഏതെങ്കിലും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ചപ്പിയതും ഞളിങ്ങിയതും കറ പിടിച്ച ഗ്ലാസ് കണ്ടിട്ടുണ്ടോ? ചിന്തിക്ക്. മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചപ്പിയതും ഞളിങ്ങിയ ഗ്ലാസ് ആണ് അവർ ഉപയോഗിക്കുന്നത്? കറ പിടിച്ച പാത്രമാണോ, വക്ക് പൊട്ടിയ പാത്രമാണോ അവർ ഉപയോഗിക്കുന്നത്? സ്വയം ചിന്തിച്ചു നോക്കി. അപ്പൊ ബേസിക് ലെവലില് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലെ ചേഞ്ചസ് വരുത്താതെ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും കാര്യമില്ല. കാര്യം സബ് കോൺഷ്യസ്ലി കിടക്കുന്ന എന്താ സംഭവം? സബ് കോൺഷ്യസ് ആയി കിടക്കുന്ന എന്താ? ഞാൻ പാവപ്പെട്ടവനാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് സോക്സ് പോലും വാങ്ങാൻ പറ്റാത്തത്. ഒരു പെയർ ഓഫ് സോക്സ് വാങ്ങാൻ എത്ര രൂപ? 30-40 രൂപ. ആ 30-40 രൂപ കൊടുത്തൊരു സോക്സ് വാങ്ങാൻ മനസ്സില്ലാത്ത ഞാനാണ് 2 കോടി മാനിഫെസ്റ്റ് ചെയ്യാൻ പോണേ. ഐ എം റിയലി സോറി. ആരെയും കുറ്റം പറയാനോ നിങ്ങളെ അത് മോശമായിട്ട് ചിത്രീകരിക്കാനോ അതൊന്നും അല്ല പറയുന്നത്. ബേസിക് ലെവൽ എന്നും പറഞ്ഞ് ഇന്ന് തന്നെ പോയി നിന്റെ ചപ്പിയ ഞളിക്കും ഗ്ലാസും പാത്രം ദൂരെ കളയടി, പുതിയ പാത്രം ഞാൻ വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണെങ്കിൽ സൂപ്പർ, ഐ റിയലി അപ്രീഷിയേറ്റ് യു. പാത്രം വാങ്ങിനും കൊടുത്തില്ല, ഉള്ള പാത്രം ദൂരെയും കളഞ്ഞാ പെണ്ണുമ്പിളെ നേടി കിട്ടും. വാങ്ങിച്ചോണ്ട് കൊടുത്തിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എടുത്ത് മാറ്റൂ. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ തന്നെ മാറ്റൂ. പുള്ളിക്കാരെ വരുമ്പോ പുതിയ പാത്രം, എന്തോടെ ഈ പുതിയ പാത്രത്തിൽ നിനക്ക് എന്താ ഇത്ര പെട്ടെന്നൊരു ഇത് ആരെങ്കിലും ഗിഫ്റ്റ് വല്ലതും കൊണ്ടുവന്നോ? ഇതാണ് കണ്ടോ, ആരെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നോ? അങ്ങനെ നമ്മുടെ മൈൻഡ് പോകുന്നുള്ളൂ. ആരെയും ഗിഫ്റ്റ് കൊണ്ടുവന്നാൽ മാത്രമേ എന്റെ വീട്ടിൽ പുതിയ പാത്രങ്ങൾ വരുള്ളൂ എന്നാ. അടിമുടി ചേഞ്ച് ആവും എന്നും പറഞ്ഞു നാളെ പോയി 5000 രൂപയുടെ ഒരു പ്ലാറ്റ് വാങ്ങിച്ച് ഹസ്ബൻഡിന് കൊടുക്കണം എന്നല്ല പറയണേ. വേണ്ട, 50 രൂപയ്ക്കുള്ള നല്ല പ്ലേറ്റ് കിട്ടില്ലേ?
25 രൂപ നല്ല പ്ലേറ്റ് കിട്ടിയില്ലേ? ഈ ബേസിക് ലെവലിൽ ചേഞ്ചസ് വരുത്താതെ ബ്രഷ് 3 മാസം ഒരിക്കൽ മാറ്റണം എന്ന് പറഞ്ഞേ. ബ്രഷിന്റെ വാങ്ങിച്ച സമയത്ത് ബ്രഷിന്റെ ആ നൂല് എണ്ണാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ബ്രഷിന്റെ നൂല് എണ്ണാം. അതിൽ യൂസ് ചെയ്യുന്ന പേസ്റ്റ് മടക്കി ചുരുട്ടി അതിന്റെ എല്ലാം പൊട്ടിച്ചെടുത്തെടുക്കും. എന്നിട്ടും വിടൂലാനെ. നോ, ഞാൻ വിടത്തില്ല. അതിനെ കീറി ബ്രഷ് അതിൻ്റെ തിട്ടും, എന്നിട്ട് കറക്കി എടുക്കും. അത് 5 ദിവസം ഓടും. ഇതൊക്കെ ഏത് മെന്റാലിറ്റി ആലോചിച്ച് നോക്കി, ഏത് ലെവൽ. ഹേടാ കള്ള, നീ ഇത്രയും പറയണമെങ്കിൽ നീ ഇതിലൂടെ ഗോ ത്രൂ ചെയ്ത ആളല്ലേ? അഫ്കോഴ്സ് ഞാൻ ഇതിലൂടെ യാത്ര ചെയ്ത ആളാണ്. ഞാൻ ഇതൊക്കെ കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. അന്ന് ഞാൻ പാവപ്പെട്ടനായിരുന്നു. അന്ന് മെന്റാലിറ്റിയിലും പാവപ്പെട്ടായിരുന്നു, ഫിസിക്കലിയും പാവപ്പെട്ടായിരുന്നു. സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പേസ്റ്റ് എടുക്കുമ്പോൾ അതിന്റെ ആത്മാവ് വരെ പുറത്തു വരുന്ന രീതിയിൽ പേസ്റ്റ് പിതുക്കി എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മൈൻഡിൽ വരുന്ന കാര്യം എന്താ? നിങ്ങളുടെ മൈൻഡ് പറഞ്ഞ കാര്യം എന്താ? ഒരു പേസ്റ്റ് വാങ്ങാൻ പോലും പൈസയില്ല. അഫ്കോഴ്സ് മെന്റാലിറ്റി മാറണം, ഉറപ്പായിട്ടും മെന്റാലിറ്റി മാറണം. രണ്ടാമത്തെ കാര്യം, റിമോട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ ഞാൻ പറയണേ. വലിയ ആനക്കാര്യമൊന്നും ഞാൻ സെഷനിൽ എടുക്കുന്നില്ല. TV കാണുന്ന റിമോട്ട് ബാറ്ററി തീർന്നു അടിക്കുവാനെ, അടിച്ച് 2 മാസം കൂടെ അതിന് ഒട്ടിക്കും. എന്താണ് ഒരു ബാറ്ററി വാങ്ങാൻ പോലും നിങ്ങൾക്ക് പൈസ ഇല്ലെന്നാണ് നിങ്ങൾ പറയണേ? ക്ലോക്ക് ചത്തു സമയം, എന്നിട്ടും അതിലെ ക്ലോക്കിന്റെ ബാറ്ററി മാറാൻ പൈസ ഇല്ല. സാറേ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ഇപ്പോഴും എന്റെ ബാങ്ക് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപ ഉണ്ട്. ഇവിടെ അതിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് നിനക്ക് ബാറ്ററി വാങ്ങാൻ പറ്റില്ലേ? സമയമില്ലെന്നേ, സമയം. അതാണ് മറ്റൊരു വശം. എന്തെല്ലാം സാധനം വാങ്ങണം വീട്ടിലത്തേക്ക്. എന്താണ് ഷബീന മാഡം? സർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. വേറൊരു കാര്യം, ഇപ്പൊ സാർ ഫോർ എക്സാമ്പിൾ പേസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ നമ്മളത് അതിനകത്ത് ഇത്തിരി ബാക്കിയുള്ള പേസ്റ്റ് വലിച്ചെറിയുമ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് നമ്മുടെ റിസോഴ്സസ് അല്ലെ നാച്ചുറൽ റിസോഴ്സസിന്റെ വേസ്റ്റേജ് കൂടിയല്ലേ. അപ്പൊ നമ്മളൊരു കാര്യം മാക്സിമം യൂസ് ചെയ്യാതെ കുറച്ച് ഇപ്പം പഴകുമ്പോൾ നമ്മൾ എടുത്ത് കളയുക എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റിനെ പൊല്യൂട്ട് ചെയ്യലും കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനത് എനിക്ക് പറ്റാവുന്ന അത്രയും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എന്റെ വീട്ടിൽ ആവശ്യമില്ല എന്ന് വിചാരിച്ച ഉടനെ എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടുന്ന ഒരാളല്ല. ഞാനത് ഒന്നുകിൽ റീയൂസ് ചെയ്യും, ഇപ്പൊ മാക്സിമം യൂസ് ചെയ്യും. അപ്പൊ അതൊരു പിശുക്ക് അല്ല, ആ ഒരു രീതിയിലല്ല ഞാൻ എടുക്കാറ്. ഞാൻ ഇവിടെ ഒരാള് ഇങ്ങനെ ചെയ്യുന്നല്ല പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ല ഞാൻ പറയുന്നത്. ഉപയോഗിച്ചോളൂ, മാക്സിമം ഉപയോഗിച്ചോളൂ. നമ്മൾ പ്രകൃതിയിലേക്ക് ഇടുമ്പം അത് വേസ്റ്റ് ആണ്, ശരിയാണ് എന്നും പറഞ്ഞ് നമ്മൾ വേസ്റ്റ് ഇടുന്നില്ലേ? ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് എന്ത് വേസ്റ്റ് എന്നറിയോ? എന്ത് വേസ്റ്റാ ഈ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്? എന്താണ് മാഡം? ഇലക്ട്രോണിക് വേസ്റ്റ്. ഈ വേസ്റ്റ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ഈ വേസ്റ്റ് ആണ്. ഇലക്ട്രോണിക് വേസ്റ്റ് നമ്മൾ കളയുന്നില്ലേ? സോ അപ്പൊ ഇത് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആണ്. ഈ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ മോശമാണെന്നോ, ഞാൻ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചൊന്നും അല്ല പറയുന്നത്. ആ സമയത്ത് നമ്മുടെ തോട്ടും കൂടെ ശ്രദ്ധിക്കുക. എടാ ഞാൻ ഇത്രയും ഇതായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, അഫ്കോഴ്സ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യം നല്ലതാ, സൂപ്പറായിട്ട് പോട്ടെ, നന്നായിട്ട് പോട്ടെ. പക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ പണത്തിന്റെ ഒഴുക്കം നമുക്ക് നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ പണത്തിന് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. കൂടുതൽ പണം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ബേസിക് തലങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത്. ഓക്കെ,
സോ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. വീട്ടിൽ തന്നെ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ട ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി അടുത്ത സംസാരിക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ നിങ്ങൾ പറയുന്ന പരസ്പരം ചർച്ചകൾ. ഒരമ്മ മകനോട് പറയുന്നത്, മകൻ അമ്മയോട് പറയുന്നത്, അച്ഛൻ അമ്മയോട് പറയുന്നത്, അമ്മ അച്ഛനോട് പറയുന്നത്. മകൻ പറയും, അമ്മേ എനിക്ക് കുറച്ച് പൈസ സ്കൂളിൽ കൊടുക്കാനുണ്ട്, ഇന്ന കാര്യത്തിനാണെന്ന് പറയും. അപ്പൊ അമ്മ ആദ്യം പറയുന്ന പോയിന്റ് ഇതാണ്, നീ ചോദിക്കുമ്പോ തരാൻ നിന്റെ അച്ഛൻ അംബാനി വല്ലോ ആണോ? ഇവിടെ വല്ല അച്ചടി മിഷൻ വല്ലതും ഉണ്ടോ നീ ചോദിക്കുമ്പോ എടുത്തു തരാനായിട്ട്? നിനക്കറിയാലോ നമ്മൾ പാവപ്പെട്ടവരാണ്, ഉള്ളത് വെച്ച് കഴിച്ചു പോകണം, നമുക്കറിയാലോ. സോ അപ്പൊ നമ്മൾ വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താ? ആ സത്യം പറഞ്ഞോട്ടെ, ബോധതലങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കുക പറയുന്നത്. തമ്പുരാൻ ഇന്നും, ഇപ്പൊ ഞാൻ പറഞ്ഞു 7:30, തമ്പുരാൻ ഞാൻ പറയുന്നു, ഇന്നും തമ്പുരാൻ രാവിലെ ഭക്ഷണം തന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം തന്നു, രാത്രി കഴിക്കാനുള്ള ഭക്ഷണം കയ്യിലുണ്ട്, കിടക്കാനുള്ള വീടുണ്ട്, കിടക്കാനുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട്, സുഖമായി ഉറങ്ങാം, എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും പറയുന്നത് എന്താ? നമ്മൾ പാവപ്പെട്ടവരല്ലേ, നമുക്ക് പൈസ ഇല്ല, പൈസ കൂടുതൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നക്കാരാവും നമുക്കിങ്ങനെ തട്ടിയും മുട്ടിയും പോവാം. സോ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന കുട്ടികളോട് പറയുന്നതും സെയിം സംഭവം. ഇനി ഈ കുട്ടികൾ ഇതെന്താ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരും ചെയ്യും. നിങ്ങൾ സിഗരറ്റ് വലിക്കുമെങ്കിൽ നിങ്ങളുടെ മകനും നാളെ സിഗരറ്റ് വലിക്കും. അപ്പൊ അതാണ് കാണുന്നത്. നിങ്ങൾ വലിച്ചിട്ടിട്ട് പോകുന്ന സിഗരറ്റ് എന്ത് ചെയ്യും? നിങ്ങൾ വലിച്ചിട്ട് അങ്ങ് എറിഞ്ഞിട്ട് പോവും, ബാക്ക് നിങ്ങന്മാർ വരും, എടുത്ത് നോക്കും, എന്താണ് ഇതിന്റെ എക്സ്പീരിയൻസ്. സോ പിള്ളേര് ഡ്യൂപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കുട്ടികളോട് സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, പണമില്ല, പൈസ പ്രശ്നമാണ്, പൈസക്കാർ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അവരുടെ ലൈഫിലും ഇത് തന്നെയായിരിക്കും ഡ്യൂപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 100% പറയാം. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നോക്കിയാൽ മതി. എന്നെക്കാലം ഏജ്ഡ് ആയ ആൾക്കാരെ ഇവിടെ ഉള്ളത്, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നിങ്ങളുടെ അച്ഛൻ അമ്മ എങ്ങനെ ജീവിച്ചിരുന്നോ നിങ്ങളും അതുപോലെ തന്നെ ഇപ്പൊ ജീവിച്ചു പോകുന്നു. അതിൽ അപൂർവം ചില ആൾക്കാർ മാത്രം കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും, അല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. ശരിയല്ലേ? എന്ത് ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയത്? നിങ്ങൾ വലിയ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്തോ? നിങ്ങളുടെ അച്ഛനും കൂലിപ്പണിയായിരുന്നു, നിങ്ങളും കൂലിപ്പണിക്ക് തന്നെ. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ കൂലിപ്പണിയായിരുന്നു, നിങ്ങളൊരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ കയറിയിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ മകനും നിങ്ങളെ കണ്ടാ പഠിക്കുന്നത്, അവനും ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ കയറത്തുള്ളൂ എന്നല്ല, നിങ്ങൾ കയറ്റത്തുള്ളൂ. കാരണം അവനെ ആഗ്രഹം ബിസിനസ് ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കാന്നതാ. പക്ഷെ നിങ്ങൾ സമ്മതിക്കത്തില്ല. മോനെ ബിസിനസ് വേണ്ട കേട്ടോ, ഗവൺമെന്റ് ജോലി മതി, ഗവൺമെന്റ് സേഫ് ആണ്, ബിസിനസ് റിസ്ക് ആണ്, പൈസയൊക്കെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ ജീവിതം ഇല്ല, നിനക്ക് നാളെ പെണ്ണ് കിട്ടണ്ടേ, ഗവൺമെന്റ് ജോലി ഇല്ലെങ്കിൽ ഇപ്പൊ പെണ്ണ് കിട്ടില്ല. ഇതാണ് നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണേ. എന്ത് ചേഞ്ചസ് ആണ് വരുത്തുന്നത് നമ്മളെ ലൈഫിൽ? നമ്മളെ ലൈഫ് എങ്ങനെയായി, നമ്മുടെ പിള്ളേരുടെ ലൈഫും കൂടെ അതുപോലെ തന്നെ ആക്കിയെടുക്കുക. പണം കൊണ്ട് എല്ലാം നേടാൻ പറ്റുമെന്നല്ല പറയണേ, എല്ലാം നേടാൻ പറ്റത്തില്ല, ശരിയാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ 99% കാര്യങ്ങളും പണം കൊണ്ടാണ് നടക്കുന്നത്. ആ പണം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ മാറി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ തുടക്കത്തിൽ വീണ്ടും പറയുന്നു, മനോഭാവം, നിങ്ങളെ പണത്തിനോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, പണത്തിനോടുള്ള നിങ്ങളുടെ ചിന്താഗതി, പണത്തിനോടുള്ള നിങ്ങളുടെ പെരുമാറ്റം, പണത്തിനോടുള്ള നിങ്ങളുടെ ട്രീറ്റ്മെന്റ്, എന്നിട്ട് നമ്മൾ വരണം ഏതിലാ? കറക്റ്റ് ആയിട്ടുള്ള പണത്തിനെ കുറിച്ചുള്ള പഠിത്തം. എങ്ങനെയാ? ആദ്യം പഠിക്കേണ്ടത് പണത്തെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഒരു സ്കൂളിലും കോളേജിലും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഹൗ ടു മാനേജ് അവർ വെൽത്ത്. എങ്ങനെ നമ്മുടെ പണത്തെ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ ഒരു സ്ഥലത്തും പഠിപ്പിക്കാറില്ല. അവിടെയാണ് ആദ്യം നമുക്ക് വേണ്ട ബേസ്മെന്റ്.
ഒരു സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തി, ഇവിടെ ജയപ്രകാശ് എനിക്ക് ഡയറക്ടർ അറിയാം, പുള്ളിക്കാരൻ ഒരു വെൽഡർ ചെയ്യുന്ന ഒരാളാണ്, വളരെ സന്തോഷത്തോടെ കുടുംബം കൊണ്ടുപോകുന്ന ഒരാളാണ്. വെൽഡറിന് അദ്ദേഹത്തിന് കിട്ടുന്നത് 1200 രൂപയാണ്. ഒരു മാസം സ്ഥിരമായി വരുമാനം ഉണ്ടെങ്കിൽ 30,000 അല്ലെങ്കിൽ 32,000 കിട്ടും. ചെലവെല്ലാം പോട്ടെ, അദ്ദേഹം ട്രാവൽ ചെയ്തും പെട്രോൾ എല്ലാം പോട്ടെ, 25,000 രൂപ ഒരു മാസം അദ്ദേഹത്തിന് കിട്ടും. ജയപ്രകാശ് സാറിനെ മ്യൂട്ട് ചെയ്യാണ്. എത്ര രൂപ ഒരു മാസം? മ്യൂട്ട് മാറ്റുമെന്ന് താങ്കൾ. എത്ര രൂപ? താങ്കളെ വിളിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. എത്ര രൂപ താങ്കൾക്ക് ഒരു മാസം സേവിങ്സ് ഉണ്ട്? സത്യം സേവ് പറയോ? ചെയ്യാൻ സത്യം പറയാൻ സേവ് പറ്റാറില്ല. ചെയ്യാൻ കാരണം പറ്റുന്നില്ല. അതാ. കാരണം വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്, വർക്ക് നമ്മൾ സ്വന്തമായി ചെയ്യുന്നുണ്ട്, പക്ഷെ വർക്കിന്റെ ഡിലേ വരുന്ന വർക്ക് എടുത്ത് ചെയ്യണേ. ഇപ്പൊ ഞാൻ 2-3 പിള്ളേരേ ഉള്ളൂ. അപ്പൊ വർക്ക് ഉണ്ടാവും, പിന്നെ കട്ടാണ്, കുറച്ച് ദിവസം ഇല്ല, പിന്നെ ഉണ്ടാവും, പിന്നെ കുറച്ച് ദിവസം ഇല്ല, അങ്ങനെ. ഓക്കെ, നേരത്തെ സ്ഥിരമായി ഒരു മാസം എല്ലാം ജോലി ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ? 10-15 വർഷമായിട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അതെ, എന്നെ ചെയ്യുന്നത്. ഒരു മാസം സ്ഥിരമായി കറക്റ്റ് എപ്പോഴും ചെയ്തിട്ടുണ്ടോ? സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പൈസ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ അന്ന് പറ്റിയിട്ടുണ്ട്. അപ്പൊ എത്ര രൂപ ഇപ്പൊ സേവിങ്സ് പറയും? അപ്പൊ അന്ന് സേവ് ചെയ്ത് 5-8 വർഷം മുമ്പത്തെ കഥയാണ്. അങ്ങനെ സേവ് ചെയ്തല്ല. അതെ, എത്ര രൂപ പറയൂ, ഇപ്പൊ പറയൂ. ആ സേവിങ്സ് എത്രയെന്ന് പറയൂ. സേവിങ്സ് ഒന്നും ഇല്ല ഇപ്പൊ. സേവിങ്സ് ഇല്ല. വീട് വെക്കൽ പരിപാടിയൊക്കെ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്കള് സംസാരിച്ച ഒരുപാട് നന്ദിയുണ്ട്. കണ്ടോ, പണമില്ല. ഒരു എക്സാമ്പിൾ, ജയപ്രകാശിന് പകരം ഒരു എക്സാമ്പിൾ, എക്സ് ഓർ വൈ. നാളെ ഈ എക്സ് ഓർ വൈന് എന്തെങ്കിലും പറ്റിയാൽ ആ കുടുംബത്തിലേക്ക് വരുമാനം വരില്ല, ആ കുടുംബം തകർന്നു പോകും. ശരിയാണോ അല്ലേ? അപ്പൊ എവിടെയാ നമുക്ക് പറ്റിയേ? നമ്മളെല്ലാരും വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് ഇൻകത്തില. ആക്റ്റീവ് ഇൻകം, ദാറ്റ്സ് വി കോൾ. ഞാൻ അധ്വാനിച്ചാൽ എനിക്ക് പൈസ വരും, ഞാൻ അധ്വാനിച്ചില്ലെങ്കിൽ എനിക്ക് പൈസ വരില്ല. അതാണ് ജയപ്രകാശ് പറഞ്ഞത്. സാറേ, സ്ഥിരമായി പണിയില്ല, പണി ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് ഇല്ലാത്ത ദിവസം പൈസ ഇല്ല. അപ്പൊ നാളെ ഈ എക്സ് ഓർ വൈന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കുടുംബം വട്ടപൂജ്യത്തിലേക്ക് പോകും. അപ്പൊ നിങ്ങളെല്ലാരും നാളെ ഞാൻ ബിസിനസ്സുകാരാക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അതല്ല ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചേക്കാം. അപ്പൊ ഒരു സാധാരണ ജോലിക്ക് പോകുന്ന ഒരാള് ഒരു മാസം 30,000 ശമ്പളം കിട്ടുമെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലിക്കാരന് പോലും ചില സമയത്ത് 30,000 ശമ്പളം ഇല്ല. 22,000 ബേസിക് പേ ഉള്ള ഗവൺമെന്റ് ജോലിക്കാരന്മാരുണ്ട്. അപ്പൊ 30,000 വരുമാനം ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ആ 30,000 പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല? ബിക്കോസ് ഹി ഡോണ്ട് നോ ഹൗ ടു മാനേജ് ദ വെൽത്ത്. കാരണം അവൻ അറിയില്ല ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന്. ഞാൻ അധ്വാനിക്കുന്നു, കുട്ടികളുടെ കാര്യം നോക്കുന്നു, വൈഫിന്റെ കാര്യം നോക്കുന്നു, വീട്ടിലെ കാര്യം നോക്കുന്നു, കട അടയ്ക്കുന്നു, പലിശ കൊടുക്കുന്നു, ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു. എന്നുവരെ ജീവനുണ്ടോ അന്നുവരെ ഞാൻ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും. ഇതാര് പറഞ്ഞതാ? ഇതാര് പഠിപ്പിച്ചതാ? ഇതാര് പറഞ്ഞതാ? ഇതാര് പഠിപ്പിച്ചതാ? മ്യൂട്ട് മാറ്റാം. നമ്മള് എപ്പോഴും കേൾക്കുന്നതാണ് സാർ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന അറിവാണ്. ഈ അറിവല്ലേ നിങ്ങളുടെ കുട്ടികൾക്കും കൊടുത്തോണ്ടിരിക്കുന്ന അറിവ്? അപ്പൊ എങ്ങനെ പണത്തെ മാനേജ് ചെയ്യണം? പണത്തെ മാനേജ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് 6 മെയിൻ ജാർസ്. 6 മെയിൻ ജാർസ്. അപ്പൊ പറയുന്ന പേരാണ് 6 ജാർ വെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം. 6 ജാർ വെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം. ഇത് ഞാൻ കോഴ്സിൽ കൊടുക്കുന്ന കാര്യം, പൈസ അടച്ച് കോഴ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് 6 ജാർ വെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ കോഴ്സിൽ പഠിച്ചിട്ട് പോലും ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്താണ്? കോഴ്സിൽ പഠിപ്പിച്ചിട്ട് പോലും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇവരെന്ത് ചെയ്യണം സാറേ? അതെങ്ങനെ ആക്ഷൻ ശ്രദ്ധിക്കണം സാറേ? ഈ ചില സമയത്ത് നമ്മൾ തല ചെറിഞ്ഞുകൊണ്ടൊരു ഇതുണ്ടല്ലോ.
ആലോചിച്ച് നോക്കിയേ. ഇത് ചതിയാണ്. ഞാൻ പറഞ്ഞില്ലല്ലോ 6. ഞാൻ കോഴ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. പക്ഷെ പാവമല്ലേ അച്ചു മേഡം, പാവമല്ലേ? കൊടുക്കണ്ടേ അവർക്ക്? എന്ത് പറയുന്നു നിങ്ങൾ? പറയൂ, കോഴ്സ് കഴിഞ്ഞ ആൾക്കാർ പറയൂ, കൊടുക്കണോ വേണ്ടേ? വേണം സാർ. സാർ പറയാൻ തീരുമാനിച്ച പിന്നെ പറയണം. ഞാൻ തീരുമാനിച്ചില്ലായിരുന്നു, നമ്മുടെ പിള്ളേരോട് ചോദിച്ചിട്ട് പറയാന്ന് വിചാരിച്ചേ. വേണം. വളരെ അല്ല. അത് സാറ് എടുത്തിട്ടത് കൊണ്ട് ഞങ്ങളൊക്കെ ആകാംക്ഷയിലിരിക്കുക. ഇപ്പൊ അങ്ങനെ നമുക്കിട്ട് ഞങ്ങൾക്കിത് അറിയില്ലല്ലോ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ 6 ജാസ് വെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം. നിങ്ങൾക്ക് ഇപ്പൊ ഗൂഗിളൊക്കെ നോക്കി കിട്ടും. എല്ലാം ഇപ്പം ഇൻഫർമേഷൻസ് എല്ലാം ഗൂഗിളിൽ അവൈലബിൾ ആ. ചാറ്റ് ജി പി ടി ഉണ്ട്. ചാറ്റ് ജി പിയിൽ തന്നെ പല വേർഷൻസ് ഉണ്ട്. സോ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചേക്ക, ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് സമയമാവും, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് എത്ര രൂപയാണ് മാസ വരുമാനം കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ള ആൾക്കാർക്ക് പറയാം എനിക്ക് ഇത്രയും വരുമാനം വരും എന്ന് പറയാം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. എങ്ങനെ അനലൈസ് ചെയ്യുക? എത്ര രൂപയാണ് എനിക്കൊരു മാസം വരുമാനം വരുന്നതെന്ന് നോക്കാം. ഈ ഒരു കാര്യം ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താലേ നിങ്ങളുടെ ലൈഫ് മാറും. ഞാൻ എഴുതി തരാം, വെറുതെ പറയണല്ല. ഞാൻ റീസെന്റ് ലണ്ടനിൽ വെച്ച് ഒരു മണി മാസ്റ്ററുടെ ഒരു 3 ഡേയ്സ് ലൈവ് സെഷൻ പങ്കെടുത്ത സമയത്ത്, ലൈവ് മീൻസ് ഓഫ്ലൈൻ പ്രോഗ്രാം പോയി അറ്റൻഡ് ചെയ്ത, അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ വെൽത്ത് മാനേജ്മെന്റിനെ പറ്റിയ. ഈ നമുക്കുള്ള പണത്തിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട്, അത് മാനേജ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാനുള്ള പ്രോസസ്സാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് പറഞ്ഞത് വെറുതെ ഒരു പണം ഉണ്ടാക്കുന്ന ഒരാളല്ല. അദ്ദേഹം മൾട്ടി മില്യണറാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്രോതസ് ഓഫ് ഇൻകം തന്നെ ഏകദേശം 25 ലക്ഷം രൂപയാണ്. ഒരു സ്രോതസ് ഓഫ് ഇൻകം 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളത്. ഒന്നുകൂടെ പറയുന്നു, 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള വൺ സ്രോതസ് ഓഫ് ഇൻകം, ഒരൊറ്റ സ്രോതസ് ഓഫ് ഇൻകം ആണ്. അദ്ദേഹത്തിന് ഏകദേശം 30 സ്രോതസ് ഓഫ് ഇൻകംസ് ഉണ്ട്. 30 വഴികളിലൂടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വരും. അതിൽ ഒരു അക്കൗണ്ട് സ്രോതസ് ആണ് പറഞ്ഞത് 25 ലക്ഷം പൗണ്ട്സ് ആണ്. പൗണ്ട്സ് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യണമെങ്കിൽ 25 ലക്ഷം രൂപയാണ് ഒരു സ്രോതസ് ഓഫ് ഇൻകം 24 മണിക്കൂറിനുള്ളിൽ വരുന്നത്. സോ അപ്പൊ അദ്ദേഹത്തിന്റെ വെൽത്ത് എത്രമാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹം എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? സോ അദ്ദേഹം പഠിച്ചു വെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം. പണം എങ്ങനെ സേവ് ചെയ്യണമെന്ന് അദ്ദേഹം വളരെ പ്രോപ്പറായിട്ട് പഠിച്ചു, മനസ്സിലാക്കി, അത് ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫിൽ മാറ്റം ഉണ്ടായി. ആ സെയിം സംഭവം തന്നെ നമുക്കും പറഞ്ഞു തന്നു. അപ്പൊ നമുക്കും വേണമെങ്കിൽ എന്താവാം, വലിയ തോതിൽ പണക്കാരനാകാൻ പറ്റും. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ തന്നെ എല്ലാ തരത്തിലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, യൂസ് ചെയ്യാം. അപ്പൊ ആ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണി അട്രാക്ട് ചെയ്യാം. അട്രാക്ട് ചെയ്തെടുത്ത മണി നമുക്ക് നിലനിർത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വീണ്ടും അധ്വാനിച്ചുകൊണ്ടിരിക്കും, വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കും, വീണ്ടും അധ്വാനിച്ചുകൊണ്ടിരിക്കും, വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മ്യൂട്ട് മാറ്റാം. സാറേ, ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ, ഇത്ര ഇൻകം വരും, അതിൽ ഞാൻ ഇത്ര വെക്കും, ഇത്രേ ചെലവാക്കുള്ളൂ എന്ന് ഞാൻ എഴുതി വെച്ചിട്ട് എന്തൊക്കെയാ വാങ്ങണത് അത് എഴുതി വെക്കും. എന്നിട്ട് അതിൽ ഏതാ ഇമ്പോർട്ടന്റ് അത് മാത്രം എടുക്കും. അങ്ങനെയാ ഞാൻ ഇതാക്കുന്നത്. ഓക്കെ മാഡം, അപ്പൊ എത്ര അക്കൗണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്? അക്കൗണ്ട് ഒന്നേ ഉള്ളൂ സാറേ, പക്ഷെ എന്റെ പൈസ ഉണ്ട്. അക്കൗണ്ട് ഒന്നേ ഉള്ളൂ, പക്ഷെ പൈസ ഉണ്ട്. ഓക്കെ, അക്കൗണ്ട് ഒന്ന് യൂസ് ചെയ്യരുത് എന്നാണ് ഇപ്പൊ മാഡം വളരെ വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വരവ് ചെലവ് എഴുതി പോകുന്നുണ്ട്. അതെ, നോർമൽ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യില്ല, വരവ് ചെലവ് എഴുതി പോകത്തില്ല. അവർ ചെയ്യുന്നത് എന്താ, ഒരു അക്കൗണ്ടിൽ പൈസ ഇടും, എന്നിട്ട് എന്ത് ചെയ്യും, ആ അക്കൗണ്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും പൈസ വിനിയോഗിച്ചുകൊണ്ടിരിക്കും. ഇല്ല സാറേ, എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. 2 അക്കൗണ്ട് ഉണ്ട്. ഒന്നില് ഞാൻ എടുത്തു വെക്കും, ഒന്നിന്ന് ഞാൻ എടുക്കും.
ഓക്കെ. സോ അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു നമ്മുടെ പണം എത്രയാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, ഒരു മാസത്തെ പണം. എന്നിട്ട് ആ പണത്തിനെ 6ആയിട്ട് ഭാഗിക്കണം. പക്ഷെ 6ആയിട്ട് ഭാഗിക്കണമെങ്കിൽ ഒരു കണക്കുണ്ട്. ആദ്യത്തെ ഭാഗം 55%, രണ്ടാമത്തെ ഭാഗം 10%, മൂന്നാമത്തെ ഭാഗം 10%, നാലാമത്തെ ഭാഗം 10%, അഞ്ചാമത്തെ ഭാഗം 10%, ആറാമത്തെ ഭാഗം 5%. ഇങ്ങനെ ഇത്രയും ശതമാനങ്ങളിലേക്ക് നമ്മൾ മാറ്റണം. ആദ്യം എത്രയും 55, 10, 10, 10, 10, 5, ഇത്രയും രൂപ, ഇത്രയും പെർസെൻറ്റേജിൽ നമ്മൾ പൈസ മാറ്റി വെക്കണം. ഇവിടെ മുതലാണ് പണത്തിനെ മാനേജ് ചെയ്യാനുള്ള കാര്യം നമ്മൾ പഠിക്കുന്നത്. ഒരു അക്കൗണ്ടിലിട്ട് മാനേജ് ചെയ്യുന്ന പരിപാടി നടക്കില്ല. 6 അല്ലേ സാറേ? 6 Yeah, ഭാഗം. 6 സർ jars ഒന്നുകൂടെ of റിപ്പീറ്റ് ചെയ്യൂ. സർ ഒന്നുകൂടെ 6 റിപ്പീറ്റ് jars. ചെയ്യൂ. Yeah. 6 jars of income wealth management ആണ് പറഞ്ഞത്. The 6 jars of wealth management system. ഫസ്റ്റ് ഞാൻ പറഞ്ഞു 55% നെസസറി, ആവശ്യം, നമ്മുടെ അത്യാവശ്യം. അതായത് എന്ത് പറയാനാ നെസസറി എന്ന് പറഞ്ഞാൽ അവശ്യ സാധനങ്ങൾക്ക്. അവശ്യ സാധനങ്ങൾക്ക് നമ്മൾ എത്ര മാറ്റണം? 55% മാറ്റണം. 10% നമ്മൾ മാറ്റേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് മാറ്റണം. ഫൈനാൻഷ്യൽ ഫ്രീഡം. 10% മാറ്റേണ്ടത് ലോങ് ടൈം സേവിങ്സ്. കണ്ടോ? ലോങ് ടൈം സേവിങ്സ്, ഫൈനാൻഷ്യൽ ഫ്രീഡം. നേരത്തെ ഒരാളുടെ പേര് ഞാൻ വിളിച്ചുകൂടെ, അദ്ദേഹം പറഞ്ഞു സേവിങ്സ് ഇല്ല. എന്തുകൊണ്ടില്ല? അദ്ദേഹം ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും സേവിങ്സ് ഇല്ല. അതാ ഉണ്ടെങ്കിൽ പറയും, ആ ഉണ്ട് സാർ എനിക്ക്. എവിടെ? പോസ്റ്റ് ഓഫീസിൽ. എത്ര രൂപ? അതൊരു 20-22,000 വരും. 22,000 രൂപയ്ക്ക് ഇപ്പൊ എത്ര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 മാസത്തെ നിങ്ങളെ ചെലവ് തീർന്നു. ഓക്കെ. 10% എഡ്യൂക്കേഷൻ, പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കാം. ആരുടെ പഠിത്തം? നമ്മുടെ പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഓരോ കോഴ്സസ് അനൗൺസ് ചെയ്യുമ്പം ഓരോ മേഖലയിൽ നിങ്ങൾക്ക് പഠിച്ച് നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനെക്കുറിച്ച് അറിവില്ല. അതിനെക്കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ പല ആൾക്കാരുടെ അടുത്ത് പോയി പഠിക്കേണ്ടി വരും. പല ആൾക്കാരുടെ അടുത്ത് പോയി പഠിക്കുമ്പം ഫ്രീ ആയിട്ട് പഠിപ്പിക്കത്തില്ല, പണം കൊടുത്തേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങണമെങ്കിൽ പണം കൊടുക്കേണ്ടത് ആവശ്യമാണ്, അല്ല ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പഠനത്തിന് വേണ്ടി കുറച്ച് പണം മാറ്റിവെക്കണം. ചെയ്തിട്ടുള്ളതൊക്കെ വളരെ അത്യാവശ്യം. ഇത് മാത്രമല്ല, എല്ലാം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഓരോ കോഴ്സസ് വരുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഈ എഡ്യൂക്കേഷന്റെ പോക്കറ്റിനകത്ത് നിന്ന് എടുക്കാം. ഇല്ലെങ്കിൽ കടം വാങ്ങാം, ഇല്ലെങ്കിൽ കോഴ്സ് അറ്റൻഡ് ചെയ്യാതിരിക്കാം. ലൈഫ് എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൊക്കോണ്ടിരിക്കാം. മനസ്സിലാവുണ്ടോ? എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എത്ര മാറ്റി വെക്കണം? 10%. ഇനി 10% അടുത്ത് മാറ്റി വെക്കേണ്ടതോ? നമ്മൾ മാറ്റി വെക്കേണ്ടതാണ് എൻജോയ്മെന്റ്. നിങ്ങൾ പണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. അപ്പോൾ നിങ്ങൾ പണം ഉണ്ടാക്കണപ്പോൾ നിങ്ങളുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പണം ചെലവാക്കേണ്ടതുണ്ട്. മനസ്സിലാക്കണം. നമ്മുടെ ബിക്കോസ് ഞാനില്ലെങ്കിൽ ഈ പണം ഉണ്ടാക്കിയിട്ട് എന്ത് ഉപയോഗമാണ്? പലപ്പോഴും പല സേവിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, പല ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, നോമിനി കൊടുക്കും. ഞാൻ ഇങ്ങനെ വിചാരിക്കണം, നോമിനി ഈ പൈസ എല്ലാം ഞാൻ ഉണ്ടാക്കണം, എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല, നോമിനി ആസ്വദിച്ചിട്ട് എന്ത് ചെയ്യാനാ? അത്രയും സ്വാർത്ഥനാണോ നീ? അങ്ങനല്ല പറഞ്ഞത്. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞ മന്ത്ലി എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 10% മാറ്റി വയ്ക്കുക. എല്ലാ മന്തും ആ ബോക്സ് കാലിയാവണം, ആ ബാങ്ക് അക്കൗണ്ട് കാലിയാവണം, ആ ജാറ് കാലിയാവണം. എന്നിട്ട് അടുത്ത മാസം തൊട്ട് വീണ്ടും അത് ഫില്ല് ചെയ്യണം. അടുത്ത മാസത്തിനുള്ളിൽ അത് കാലിയാക്കണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ EMI ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ലാസ്റ്റത്തെയാണ് 5% ചാരിറ്റി. ചാരിറ്റി ചെയ്യണം. ചാരിറ്റി ചെയ്യണം ഇമ്പോർട്ടന്റ്. ഒരു ഒറ്റ പോലെ ഞാൻ പറയുന്നുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യില്ല. ശ്രദ്ധിച്ചേക്കാം. ജയപ്രകാശേ, കൊടുത്ത കൊല്ലത്തും കിട്ടും കേട്ടോ. പറഞ്ഞ കേട്ടോ? പക്ഷെ ജയപ്രകാശേ, കൊടുത്താലേ കൊല്ലത്തും കിട്ടുള്ളൂ. കാരണം രണ്ടും പറഞ്ഞത് ഒരു സെന്റൻസ് ആണ്, പക്ഷെ രണ്ടും പറഞ്ഞ ടോൺ ശ്രദ്ധിക്കണം. കൊടുത്താ കൊല്ലത്തും കിട്ടും. ജയപ്രകാശേ, കൊടുത്താലേ കൊല്ലത്തും കിട്ടുള്ളൂ. അപ്പം നമ്മള് ഗീവ്, ഡൊണേറ്റ്
ചാരിറ്റി നമുക്ക് പ്രപഞ്ചത്തിൽ നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് തന്നെ നമ്മൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നും പറഞ്ഞ ഒരു ലിമിറ്റ് ഉണ്ട്, അവിടെയാണ് ഇമ്പോർട്ടന്റ്. എന്റെ മെന്റർ പഠിപ്പിച്ചത് വളരെ ഇമ്പോർട്ടന്റ്. എത്ര പേര് ഇത് പറയുമെന്ന് എനിക്കറിയില്ല. ഇത് യൂട്യൂബിലേക്ക് പോകുമ്പോൾ എത്ര പേരെ കേൾക്കും, എങ്ങനെ എടുക്കും എനിക്കറിയില്ല. എന്നെക്കാളും പണ്ഡിതന്മാരാണ് പുറത്തുള്ള എല്ലാ ആൾക്കാരും. ഞാൻ അവരെയൊക്കെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല, അവരെക്കാളും ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. എൻ്റെ മെന്റർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാർ വിദേശത്തുള്ള ലൈക്ക് യൂറോപ്പിലുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ക്ലാസ് എടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 5% ആയിട്ട് നമുക്ക് ചാരിറ്റി കൊടുക്കാം, മാക്സിമം 10%. അതിനപ്പുറം ചാരിറ്റി കൊടുക്കരുത്. അതിനപ്പുറം ചാരിറ്റി, ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ, നമുക്കുള്ളതിനേക്കാളും കൂടുതൽ എടുത്തങ്ങ് വാരിക്കോരിയും കൊടുക്കും. അത് ബ്ലെസ്സിങ്സിനെ നിങ്ങൾ തട്ടിക്കളയുന്നതാണ്. അത് ചെയ്യാൻ പാടില്ല. ഇത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ റിജക്ട് ചെയ്യാം, നോ പ്രോബ്ലം, ഇറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ ഇതാണ്, നിങ്ങളെ കാര്യത്തിൽ നോക്കാം. സോ 5% അത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അങ്ങനെയല്ല, ഈ 5% അല്ലെങ്കിൽ 10% കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ 10% കൊടുക്കാം, നോ പ്രോബ്ലം. ഒരു കാര്യം പറയും സാറ് പറഞ്ഞില്ലേ, നമ്മൾ ചാറ്റിക്ക് കൊടുക്കരുത്, കൂടുതൽ കൊടുക്കരുതെന്ന്. അങ്ങനെ കൊടുത്ത് നഷ്ടമാണ് നമുക്ക്. അങ്ങനെ അകമഴിഞ്ഞ് കൊടുക്കില്ലാണ്ടായി. കണ്ടോ എക്സാമ്പിൾ? ശരിയാണ് സാർ. ഇതിനകത്ത് തന്നെ എക്സാമ്പിൾസ് ഉണ്ട് ആൾക്കാർ. എനിക്കും പറ്റിയിട്ടുണ്ട്. കണ്ടോ? കൊടുത്തില്ലാണ്ടായി. ഇപ്പം അത് അനുഭവിക്കുന്നു. അതാണ് ഒരു പരിധി കൂടുതൽ ഡൊണേഷൻ കൊടുക്കരുത്. ഒരു പരിധി കൂടുതൽ ഈവൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യൂസഫ് അലി സാറും മറ്റു പല ആൾക്കാരും എന്തുകൊണ്ട് അവർക്ക് ഓരോ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ പണം കൊടുത്തുകൂടെ, സഹായിച്ചൂടെ? അവരൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അവരുടെ ഡൊണേഷനിലേക്ക്. അതിനപ്പുറം അവർ നോക്കൂല. അഥവാ ചെയ്യണമെങ്കിൽ അടുത്ത മാസേ അവർ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ എന്തോ ഭാഗ്യം. എനിക്ക് നല്ല മൂഡുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം സംസാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല ഇവിടെ ഒന്നും. ഇത് കോഴ്സിലേ സംസാരിക്കുള്ളൂ. അപ്പോ പറയുന്ന 6 കാര്യങ്ങൾ. ഞങ്ങളുടെ അനുഗ്രഹം സാർ. ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ട് താങ്ക് യു. ദൈവം കൂടെ ഉണ്ട്. ഞാൻ സംസാരിച്ചത്. അപ്പൊ ഞാൻ പറയുന്നു, ഈ 6 പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നിങ്ങളെ പണത്തെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം വളരെ സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം EMI എങ്ങനെ അടയ്ക്കുമെന്ന് ചോദിച്ചു ഒരാൾ, ഒരു ഡൗട്ട്. EMI എവിടെയാണ് ആക്ച്വലി? EMI ഏത് ഭാഗത്താണ് വരുന്നത്? ഈ 6 കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോ EMI ഏത് ഭാഗത്താണ് വരുന്നത്? ഒന്നുകൂടെ പറയാം. ഈ 6 കാര്യങ്ങളില് ആവശ്യത്തില് അവശ്യ സാധനങ്ങൾക്കാണ് എന്ത് വരുന്നത്? EMI വരുന്നത്. അവശ്യ സാധനങ്ങൾക്കാണ് EMI വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? EMIs ഒരാൾ പറയുന്നു, സാറേ എന്റെ വരുമാനം ഇത്രയുണ്ട്, ഇത്രയും വരുമാനത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എത്ര? 55% നിർത്താൻ എനിക്ക് പറ്റത്തില്ല. സോ 55% നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? വേറെ സോഴ്സ് കണ്ടുപിടിക്കണം. വേറെ സോഴ്സ് കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല, ചിലവ് ചുരുക്കി ജീവിക്കുക. അല്ലേ? അത് നല്ല ഐഡിയ അല്ലേ? ചിലവ് ചുരുക്കി ജീവിക്കുക. അപ്പൊ വീണ്ടും മൈൻഡ് സെറ്റ് മാറിയില്ലേ? അതാണ്. അതാരാ പറഞ്ഞേ? ഇതാരാ പറഞ്ഞേ? ശ്രീകുമാർ. ശ്രീകുമാർ കള്ള. ഓക്കെ, അപ്പൊ പിന്നെ മൈൻഡ് സെറ്റ് മാറിയില്ലേ? അപ്പൊ നമ്മള് വീണ്ടും മൈൻഡ് സെറ്റിലേക്ക് വന്നില്ലേ? കഞ്ഞിയും കുടിച്ച് ജീവിച്ചു പോകാനല്ലേ പറഞ്ഞിട്ടുള്ളത്. സാറല്ലേ പറഞ്ഞത് കുറഞ്ഞ സാധനം വാങ്ങരുത്. കിട്ടണം. സത്യമുള്ള സാധനമാണോ എന്ന് നോക്കിയിട്ട് മേടിക്കാം. അവിടെ യൂസ് ചെയ്യുന്ന ടൂളാണ് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. ഈ 3ഉം നിങ്ങളുടെ ബോധതലങ്ങളിലേക്ക് വരണം. എനിക്കിപ്പോ നിലവിൽ 3 ഷൂ ഉണ്ട്, ഇനി 4ാമതൊരു ഷൂ കൂടെ വാങ്ങണം? വേണ്ട, അത് അനാവശ്യമാണ്. ഓക്കെ, എനിക്ക് ഒരു ഷൂ ഉണ്ട്, അതൊരു ഷൂ ഒരു ഡാമേജ് ആയി, കുറച്ച് ബുദ്ധിമുട്ടായി, അപ്പൊ അത് ഏത് അവസ്ഥയിൽ വരും? അത്യാവശ്യമല്ല പക്ഷെ ആവശ്യമാണ്. അത്യാവശ്യമല്ല പക്ഷെ ആവശ്യമാണ്. പക്ഷെ ഷൂ പൂർണ്ണമായിട്ട് പോയി,
ഷൂ ഇല്ല ഇപ്പൊ അപ്പൊ പൂർണ്ണമായിട്ട് കേറിപ്പോയി, നശിച്ചു പോയി. അത്യാവശ്യം അത് അത്യാവശ്യം. വേണം. അത്യാവശ്യം കണ്ടോ ഈ തലങ്ങൾ? അപ്പൊ ഈ തലങ്ങളിലെ ബോധത്തോടു കൂടി ആലോചിക്കുക, ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ? ഇത് എന്നെക്കാളും നിങ്ങൾക്ക് അറിയാം നന്നായിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യങ്ങളാണ് അല്ലേ? എടേ ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയാം. നീ വേറെ എന്തെങ്കിലും പറയണേ. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറ. പണത്തിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയണ്ടോ? പറ. നമ്മുടെ മലയാളികളുടെ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പ്രത്യേകതയാണ് എന്താ? എന്താ എന്താ ഒന്നും എല്ലാം അംഗീകരിക്കില്ല. എനിക്കറിയാം, എല്ലാം അറിയാന്നുള്ള ഒരു തോന്നൽ. എല്ലാം അറിയാന്ന് എനിക്കറിയാം. ഉഫ്, ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് എന്താ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ, ഭാവിയിൽ നമുക്ക് ആരോഗ്യമൊക്കെ പോവും, നമ്മൾ ജോലി നഷ്ടപ്പെടും, നമ്മളൊരു സ്ഥലത്തേക്ക് ഒതുങ്ങിക്കൂടും. അന്ന് നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നേ? മക്കളെ ആശ്രയിക്കാൻ നോക്കും. ഈ 2025, 26, 27, 30, 35, 40, 45, 50, 55, 70, 85 ഇനി മക്കളെ ആശ്രയിക്കണം എന്ന് പറഞ്ഞാൽ ബോധം വേണ്ട എന്ന് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നു. കുറേശ്ശെ പണം സേവ് ചെയ്തില്ല എങ്കിൽ തെരുവിൽ കിടക്കേണ്ടി വരും. അപ്പം ഈ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ചുള്ള ഗുണം എന്താ? നാളെ നമ്മൾ വയസ്സായാലും ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ATM-ൽ വലിക്കാം, ഗൂഗിൾ പേ അയക്കാം, സ്കാൻ ചെയ്യാം. സോ അതുകൊണ്ടാണ് ഏതിലേക്ക് മാറ്റാൻ പറയുന്നത്? ഈ ലോങ് ടേം സേവിങ്സിലേക്ക്, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് മാറ്റാൻ പറയുന്നത്. അപ്പൊ ലോങ് ടേം സേവിങ്സ് എന്താണെന്ന് ചോദിക്കും. ലോങ് ടേം സേവിങ്സ് എന്ന് പറയുമ്പോൾ വലിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, ഇപ്പോൾ ലൈക്ക് ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു കുറച്ച് സ്വത്ത് വാങ്ങണം, അല്ലെങ്കിൽ ഒരു വലിയ വേൾഡ് വൈഡ് ട്രിപ്പ് പോകണം, ഒരു കാറ് വാങ്ങണം. സോ ഇതുപോലെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാലാവധി ഇടും. എങ്ങനെ? 5 വർഷം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്. SIP, നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പണത്തിനെ മാനേജ് ചെയ്തുകൊണ്ട് ഓരോ മാസവും ഒരു നിശ്ചിത എമൗണ്ട് നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് ഇട്ടിട്ട് ഒരു 5 വർഷ കാലയളവിൽ നമ്മൾ ആ പണം എടുക്കും. അപ്പൊ നമുക്ക് ഒരു EMI ഇല്ലാതെ, ഒരു സംഭവമില്ല, LIC ഒരു സംഭവം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പറായിട്ട് നമ്മുടെ സ്വന്തം പൈസ കൊടുത്ത് പൂർണ്ണമായിട്ടും ഫണ്ടടച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അതാണ് ലോങ് ടേം. പറയും. ഇപ്പൊ PF-ല് നമ്മള് 10%, 20% ഒക്കെ അടയ്ക്കുന്നുണ്ടല്ലോ, 15%. അപ്പൊ നമുക്ക് ഇതിന്ന് ഏതെങ്കിലും ഒന്ന് കുറവാക്കണമോ? എന്താ ചെയ്യണ്ടേ? വേണമെങ്കിൽ കുറവാക്കാം. അത് ലോങ് ടേം സേവിങ്സിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 50, 56 അല്ലെങ്കിൽ 60 വയസ്സൊക്കെ ആകുമ്പം ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടും അല്ലെ? 30 ലക്ഷം ഒക്കെ കിട്ടും. അതൊരു ലോങ് ടേം സേവിങ്സ്. പക്ഷെ അത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നതാണോ? ആക്ച്വലി ബേസിക് പേ നമുക്ക് എന്തായാലും കിട്ടും അല്ലെ? ബേസിക് പേ പുറത്തു നിന്നാണ് നമുക്ക് ആ കിട്ടുന്ന PF മറ്റു കാര്യങ്ങളൊക്കെ. വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഗുണം. ഈ സിസ്റ്റമാറ്റിക് ജാറിൽ തന്നെ മുന്നോട്ട് പോകുന്നത് അത് ബെറ്റർ ആണ്. ഇൻ കേസ് അങ്ങനെയല്ല, കുറച്ചധികം വേറെ ഒരു സ്രോതസ് ഓഫ് ഇൻകം കണ്ടെത്താൻ പറ്റുന്നില്ല, അപ്പൊ ഈ ഒരു എമൗണ്ടും കൂടെ ലോങ് ടേം സേവിങ്സിലേക്ക് പൊക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഓൾറെഡി ഒരു സേവിങ്സ് ഉണ്ട് അവിടെ, നോ പ്രോബ്ലം. ഓക്കെ, സോ ഇത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ പണത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ബേസിക് കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളിൽ ചേഞ്ച് വരുത്താതെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. വലിയ പണം കൊടുത്ത് മണി മാസ്റ്ററീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നോ കാര്യം. അഫ്കോഴ്സ് ഒരു കാര്യം കൂടെ പ്ലീസ്. അഫ്കോഴ്സ് ഒരു കാര്യം മനസ്സിലാക്കുക, പണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പണം, പൈസ, കറൻസി, ചക്രം എന്നൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മളടുത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവൻ നമ്മളടുത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അട്രാക്ട് ചെയ്യണം സർ. അതെ, അട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? രാവിലെ എണീക്കുക, കസേര കയറി ഇരിക്കുക, ചിന്മുദ്രയിൽ കൈവയ്ക്കുക, മണി ഈസ് കമ്മിങ് ടു മീ. പറഞ്ഞ പണം വരൂ? വരില്ല. അതിനുവേണ്ടി ശ്രമിക്കണം. ശ്രമിക്കണം. അപ്പം 2 ശ്രമമുണ്ട്.
ഒന്ന് പണം നമ്മളെ തേടി വരാൻ വേണ്ടിയിട്ട് പറ്റും, ഒന്ന് നമുക്ക് പണത്തെ തേടി പോകാനും പറ്റും. പണത്തെ തേടി നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? അവൻ അതിന്റെ സോഴ്സ് അനുസരിച്ച് അതിന് പണത്തെ തേടി എങ്ങനെ നമുക്ക് പോകാൻ പറ്റും? പണത്തെ തേടി പണത്തിന്റെ പിന്നാലെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? ബിസിനസ് ചെയ്യണം സാർ, അവസരങ്ങൾ പണത്തിന്റെ പിന്നാലെ എങ്ങനെ പോകാൻ പറ്റും? പറഞ്ഞു കൊടുക്കാനും അവസരങ്ങൾ പണത്തിന്റെ പിന്നാലെ എങ്ങനെ പോകാൻ പറ്റും? പണത്തിന്റെ പിന്നാലെ പണത്തിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. മോഷ്ടിക്കുക. മോഷണം നടത്തിയാൽ പണത്തിന്റെ പിന്നാലെ പോയി പിടിക്കാം. നമ്മുടെ കൂടെ വരണം പണം അല്ലേ? പണം നമ്മളിലേക്ക് വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പണത്തെ തേടി പോകരുത്. പണം തേടി പോകണം എങ്ങനെയാ? ജയപ്രകാശിന് ഒരു 2 കോടി രൂപ ഉണ്ട്, അതിൽ നിന്ന് ഒരു 1 കോടി എനിക്ക് കിട്ടിയാൽ മതി. സോ ജയപ്രകാശിന്റെ വീട്ടിൽ കയറുന്നു, ആ 1 കോടി ഞാൻ മുക്കിക്കൊണ്ട് പോകുന്നു. സോ ഞാൻ പണത്തെ തേടി പോയി, പണം എനിക്ക് കിട്ടി. നമുക്ക് ആ പണം വേണ്ട, ആ പണത്തിനോട് നമുക്ക് താല്പര്യമില്ല. പണം അപ്പൊ നമ്മളിലേക്ക് വരണം. അപ്പൊ പണം നമ്മളിലേക്ക് വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ നമ്മള് ജോലിക്ക് പോവുക, ഇല്ലെങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യണം? ഒരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾക്ക് സമൂഹത്തിൽ കൊടുക്കാൻ പറ്റണം. ഒരു പ്രൊഡക്റ്റോ സർവീസോ സമൂഹത്തിൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. ഒരു ബേസിക് എക്സാമ്പിൾ പറയാം. നിങ്ങൾ നാളെ മുതൽ ഹസ്ബൻഡും വൈഫും കൂടെ തീരുമാനിച്ചു ഒരു എന്ത് ചെയ്യാം, അച്ചാറ് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടില് നന്നായിട്ട് അച്ചാറ് സൂപ്പറായിട്ട് ഉണ്ടാക്കും, ഹസ്ബൻഡ് ഉണ്ടാക്കി കൊടുക്കും, സോറി വൈഫ് ഉണ്ടാക്കി കൊടുക്കും. ഹസ്ബൻഡ് എന്ത് ചെയ്യും? അത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ കൊടുക്കും. നിങ്ങളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കൊടുത്തു, അവിടെ നിന്ന് പൈസ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ അതിന്റെ കോസ്റ്റ് വരുന്നത് 3 രൂപ, നിങ്ങൾ വിൽക്കുന്നത് 7 രൂപ, 4 രൂപ പ്രോഫിറ്റ്. ആ 10 പാക്കറ്റ് പോയാൽ 10 4 40, 40 സോറി എത്ര, 40 എന്നോ? 10 പാക്കറ്റ് പോയി 4 40 40. അപ്പൊ 40 രൂപ കിട്ടി. 10 പാക്കറ്റ് പോയപ്പോ 100 പാക്കറ്റ് പോകുമ്പോഴോ? അപ്പൊ എന്താ ചെയ്തേ? ഒരു പ്രൊഡക്റ്റോ സർവീസോ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റിയപ്പോ എന്ത് ചെയ്തു? പണം നിങ്ങളിലേക്ക് വന്നു. അപ്പൊ ഒരു പ്രൊഡക്റ്റോ സർവീസോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. അപ്പൊ പ്രൊഡക്റ്റോ സർവീസോ എന്താ? നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ജോലി എന്താ? സർവീസ്. ജയപ്രകാശ് പറഞ്ഞു ഞാനൊരു വെൽഡറാണ്. ആ വെൽഡർ എന്ന സംഭവം എനിക്കറിയില്ല. സംഭവം പുള്ളിക്കറിയാം, ആ സ്കില്ല് പുള്ളിക്കുണ്ട്. പുള്ളി അത് ചെയ്തു കൊടുക്കുക, സർവീസ് ചെയ്ത് കൊടുക്കുക. അതിനാണ് പുള്ളിക്കാരന് പൈസ കൊടുക്കുന്നത്. ഒരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കാൻ പറ്റണം. അതർവൈസ് നമ്മൾ എന്നും ആരായി നിൽക്കും? കസ്റ്റമേഴ്സ് ആയിട്ട് നിൽക്കും. കസ്റ്റമേഴ്സിന്റെ പ്രത്യേകത എന്താ? പോക്കറ്റിനകത്തുള്ള പൈസ പോയിക്കൊണ്ടിരിക്കും. ഒരു പ്രൊഡ്യൂസർ ആയുള്ള പ്രത്യേകത എന്താ? പോക്കറ്റിലേക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസ എന്റെ പോക്കറ്റിലേക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കും ഒരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുമ്പോ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സംശയം. പറയൂ. ഹലോ, പറയൂ. ഇൻഷുറൻസ് ചേർക്കുന്നത് സർവീസ് അല്ലേ? സ്ട്രോബെറി കഴിച്ചേ ഇല്ല, ഇതിനകത്തില്ല. പോണോ? ചോദിച്ചോളൂ. ആരാ ചോദിച്ചേ? സാർ, പിന്നെ ഈ പെൻഷൻ പ്ലാൻ ഫിനാൻഷ്യൽ ഫ്രീഡത്തില് വരുന്നതാണോ? നമ്മൾ ഒരു പെൻഷൻ പ്ലാൻ എല്ലാം എടുക്കുന്നത് ഭാവിയില് അത് ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ വരുന്നതാണോ? ഗവൺമെന്റ് ജോബ് അല്ലാത്തവരും എടുക്കുമല്ലോ LIC-ലെല്ലാം, ബാങ്കിന്റെ ഇതിലെല്ലാം. പെൻഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് പെൻഷൻ ആകുമ്പോൾ കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ സേവിങ്സിലേക്ക് ഇടുന്നു. അതൊരു ലോങ് ടേം